Hello guys, welcome to our channel and this is a new series. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ വായ MC-യിലാണ്. അപ്പോൾ കുറച്ച് കാലമായി നമ്മളിതിൽ കളിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അടിയിൽ നിൽക്കുന്നത്, അവൻ AFK നിൽക്കുകയാണ്, കിളി പോയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇവിടെയുള്ള ബേസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇത് നമ്മളെ ക്രീപ്പർ ഫാമിലാട്ടോ കിട്ടാൻ. നമ്മുടെതല്ല, അവനുണ്ടാക്കി തന്നെയാണ്. അമ്മേ എല്ലായിട്ട് ഓണാക്കാം. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ക്രീപ്പർ ഫാം. അതിൻ്റെ മുകളിൽ ഒരു ഷുഗർ കെയിൻ ഫാമും ഉണ്ട്. ക്രീപ്പർ ഫാമിൽ അല്ല, ഷുഗർ കെയിൻ ഫാമിൽ ഇത്ര സാധനങ്ങളുണ്ട്. പിന്നെ ഇത് ഇവൻ്റെ ക്രീപ്പർ ഫാം, അതിൽ ഇത്ര ഐറ്റംസ് ഉണ്ട്. അവൻ AFK ആണ് ഫുള്ള്. അപ്പോൾ നമുക്ക് ഇനി പോകാം. അതിൻ്റെ മുന്നിൽ ചങ്ക് ലോഡാണ് ചെയ്യുക. പക്ഷെ എന്തോ ഇഷ്യൂ ഉണ്ട്, ചങ്കൊന്ന് ലോഡാക്കട്ടെ. അപ്പോൾ നമ്മൾ ചങ്ക് ലോഡാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്രീപ്പർ ഫാമിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ സോൾബ്രോയുടെ ബേസ്. ഇത് അവർ ഒന്നല്ല ഇരുന്ന് ഉണ്ടാക്കിയതാണ്. നമ്മൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടാ, നമ്മൾ ബ്രീഡർ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത്. പിന്നെ ബേസ് അവനും ക്രിപ്റ്റോ റോയും കൂടി ആണ് ഉണ്ടാക്കിയത്. ഇതാണ് ആ ബേസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ജാപ്പനീസ് തീമിലാണ് പുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്രിപ്റ്റോയുടെ ബേസിലോട്ടാവും. ഏറ്റവും ഇഷ്ടപ്പെട്ട ബേസാണ്. നല്ല രസമാണ്. ഒരു ഫുള്ള് ജാപ്പനീസ് തീമിലാണ്. അവന്മാർ ഇവരൊക്കെ ആനിമെ ഫാൻസാണ്. ഞാൻ വലുതായി കാണില്ല. ഇതാണ് ഇവൻ്റെ ബേസ്. ഏത് ലെവല് നോക്കേ, ഏത് ലെവല് സാധനം. ഇപ്പോൾ ഒരു സാധനം ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് ജാപ്പനീസ് ഒരു തീമിലാണ്. അമ്മേ വടിയായി. ഫെദർ ഫോളിങ് 4 ഇല്ലായിരുന്നു. നെപ്പേര് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ക്രിപ്റ്റോ പ്രൊഡക്ട്സ്. ഒരു എമറാൾഡോർ കണ്ട് എടുക്കാവുന്നതാണ് ഞാൻ. എനിക്കത് വേണം. അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ അവൻ്റെ ബേസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സോട്ടറും കാര്യമൊക്കെ തന്നെ എങ്ങനെയാണ് എന്നിട്ടുള്ളത്. നമുക്ക് എൻ്റെ ബേസിൽ പോവാം. എനിക്ക് 2 ബേസ് ഉണ്ട്. ആ 2 ബേസിലും പോകാം. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ബേസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയാടാ വഴി. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ബേസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. ഇതിൽ ടീം ആൽഫ എന്നായിരുന്ന ആൽഫയാണ്. അപ്പോൾ അന്ന് ഞാൻ വന്നപ്പോൾ ഈ ബിൽഡും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ കളിച്ച് ഉണ്ടാക്കിയതാണ്. നമുക്ക് ടീംമേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓഗിയാണ് ഇതിൻ്റെ മെയിൻ പ്ലെയർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. ഓണർ ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്. ഇതും എന്താ പൊട്ടിയൊന്നൊക്കെ അറിഞ്ഞൂടാ. ഇതിൻ്റെ വേറൊരു വീടാണ്. ഇത് ഞാനിവിടെ ഒരു മാൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ടീം ക്വിറ്റ് ചെയ്തു. കാരണം ടീംമേറ്റ്സ് ആരും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ്. നല്ല ആർമറല്ലാത്തതിൻ്റെ ഓരോ പ്രശ്നമേ. ഫുഡും ഇല്ല. ഓ മൈ ഗോഡ്. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ഹോളിൻ്റെ വഴി. ഇവിടെ അത്യാവശ്യം പണിയൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹെഡ് ഡ്രോപ്പ് ചെയ്യണ മോഡൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമാണ് ആ മോഡ്. എന്തെങ്കിലും ഫുഡ് എടുത്ത് കൈ വെക്കാം. അതും സ്വിച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ബേസിലോട്ട്, ഞാൻ ഇപ്പം പണി ചെയ്യുന്ന ബേസിലോട്ട് പോകാം. ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ബേസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. ഇവിടെ ഒരു ട്രേഡിംഗ് ഹോളുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മളെ ടീമാട്ടോ എൻ്റെ ഡ്രാഗനെ പോയി കൊന്നത്.
നമ്മുടെ ഡ്രാഗനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ടീമേറ്റിൻ്റെ കയ്യിലാണ്. ഇതിപ്പോഴും അണ്ടർ കൺസ്ട്രക്ഷനാണ്, ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ XP എവിടെ നിന്നൊക്കെ കിട്ടുന്ന തരാം. ഇതാണ് നമ്മുടെ എൻഡർമാൻ XP ഫാം. അപ്പോൾ ഇത് നമ്മളെ ടീമേറ്റായ റേസറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം ലെവലൊക്കെ ഇവിടുന്ന് കിട്ടും. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ആർമറൊക്കെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ക്രിപ്റ്റോൻ്റെ ബേസിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിനൊക്കെ കിടിലം ബേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബേസുകളൊക്കെ കാണാൻ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ഞാൻ ഒരു മോഡ് പാക്ക് ഇട്ടു നമ്മുടെ നൈറ്റിൽ ഒക്കെ നമ്മൾ ആർമർ ഡ്രീമിൽ തിളങ്ങുന്നത്. അപ്പോൾ എത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. YMCയുടെ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.